ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞു വാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് മഖാന വെച്ചിട്ടാണ്. മഖാന എന്ന് പറയുന്നത് ലോട്ടസ് സീഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സീഡാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ബേബി ഫുഡായിട്ടൊക്കെ മഖാന യൂസ് ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സ്നാക്സ് ആണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പം ഞാനൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ മഖാനയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വളരെ അധികം ന്യൂട്രീഷ്യസ് ആയ ഒരു ഫുഡാണ് കേട്ടോ മഖാന. പ്രോട്ടീൻ്റെ വലിയൊരു സോഴ്സാണ് മഖാന. 6 മന്ത് മുതലുള്ള ബേബീസിന് 6 മാസം മുതലുള്ള കുഞ്ഞുവാവകൾക്ക് ഇതുപോലെ ഫ്രൈ ആക്കി പൊടിച്ച് കുറുക്ക് രൂപത്തിൽ കൊടുത്തു തുടങ്ങാം. മഖാന ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഈ രൂപത്തിൽ നിന്ന് മാറി നല്ലൊരു ക്രിസ്പി ആയിട്ട് മാറും. ഓയിലോ ബട്ടറോ ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മഖാനയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. ഈ രൂപത്തിൽ വേണം കിട്ടാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കരിപ്പട്ടിയാണ്. മധുരത്തിന് അനുസരിച്ച് വേണം കരിപ്പട്ടി എടുക്കാൻ. ഇനി നിങ്ങളുടെ ഈ കരിപ്പട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ശർക്കര എടുത്താലും മതി. ഈ കരിപ്പട്ടി ഒന്ന് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയും കരിപ്പട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ട ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ എടുക്കാം. കരിപ്പട്ടി ആണെങ്കിലും ശർക്കരയാണെങ്കിലും ഒന്ന് ചീകിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു വരും. ഈ കരിപ്പട്ടി ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ അഴുക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇതേപോലെ അരിച്ചെടുക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കരിപ്പട്ടിയോ ശർക്കരയോ ആണെങ്കിൽ അതിൽ അഴുക്കുകളൊന്നും ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ആ പാത്രത്തിൽ ഇട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. ഇനി ചൂടാക്കി നല്ലതുപോലെ കുറുകി വരണം. ഒരു പാവ് കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഒരു സ്പൂൺ കൊണ്ട് കോരി കൈകൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നൂല് പോലെ വരിഞ്ഞു വരണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മഖാന ചേർത്ത് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മഖാന ഫ്രൈ ആക്കി വെച്ചിട്ട് അധിക സമയം ആകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മഖാന അതിൻ്റെ ക്രിസ്മസ് ഒക്കെ പോയിട്ട് പഴയ രൂപത്തിലായി പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഈ കരിപ്പട്ടിയുടെ സിറപ്പ് ഈ മഖാനയിൽ മൊത്തം ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകമോ അല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടിയോ ചുക്കിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഒന്ന് തണുത്ത് വരുന്നവരെ റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പം നമ്മുടെ കപ്പലണ്ടി മിഠായിയുടെയൊക്കെ കൂട്ട് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. മഖാന ഓരോന്നായിട്ട് വേർപെടുത്തി ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ കാരമൽ മഖാന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് കൊടുക്കാം. സ്കൂളിലൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.